പൂർണ്ണ ആരോഗ്യവാനായി നടക്കുന്ന ഒരാൾക്ക് പോലും സ്ക്രീൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ രോഗസാധ്യത വരുന്ന സന്ദർഭങ്ങളിൽ ഇടപെട്ടാൽ വരാൻ സാധ്യതയുണ്ട്. വൈറൽ ലോഡ് ഹൈ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ എടുക്കുന്ന നിങ്ങളറിയാതെ ഒത്തിരി ആൾക്കാർ ഇവിടെയുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി രോഗാണു ഒരു ബാധ ഉള്ള ആൾക്കാരെ എല്ലാവരെയും രോഗികളായി നമ്മൾ കാണുന്നില്ല. പൂർണ്ണ ആരോഗ്യവാനായി നടക്കുന്ന ഒരാൾക്ക് പോലും സ്ക്രീൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ രോഗസാധ്യത വരുന്ന സന്ദർഭങ്ങളിൽ ഇടപെട്ടാൽ വരാൻ സാധ്യതയുണ്ട്. സന്ദർഭങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ രോഗം നേരത്തെ സ്ക്രീൻ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള മുന്നോട്ടുള്ള പ്രോഗ്രസ്സിനെ നമുക്ക് തടയാൻ കഴിയും. അതെങ്ങനെ? സ്ക്രീൻ ചെയ്ത് ഈ വൈറസുകൾ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും BCD വൈറസുകളെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വൈറൽ ലോഡ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലുണ്ട്. അത് നമ്മൾ തിരുവനന്തപുരത്തെ ലാബിൽ അയച്ചാണ് ഇവരുടെ റിസൾട്ടുകൾ കിട്ടുന്നതെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വൈറൽ ലോഡ് അറിയുന്നു. വൈറൽ ലോഡ് ഹൈ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ എടുക്കുന്ന നിങ്ങളറിയാതെ ഒത്തിരി ആൾക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ പൂർണ്ണ ആരോഗ്യവാനായിട്ട് വൈറൽ ലോഡ് നെഗറ്റീവായി മാറുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് രോഗിയെ കൊണ്ടുവരാം. പിന്നെ രോഗത്തിൻ്റെ ആക്രമണവും രോഗാണുബാധ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയി ക്യാൻസറിൻ്റെ അവസ്ഥയിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെയാണ് നമ്മൾ ഇതിന് മുൻകരുതൽ എടുക്കേണ്ട കാര്യം. അപ്പോൾ നേരത്തെ തന്നെ രോഗാവസ്ഥ കണ്ടുപിടിക്കുക, സ്ക്രീൻ ചെയ്യുക, വൈറൽ ലോഡ് അസസ് ചെയ്യുക, നമ്മൾ അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കുക. ഇപ്പോൾ സാധാരണ രക്തപരിശോധന നടത്തുന്ന ലാബുകളിൽ പലതിലും, പ്രത്യേകിച്ചും താലൂക്ക് അടിസ്ഥാനത്തിലുള്ള ആശുപത്രികളിലൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ സ്ക്രീനിങ് ടെസ്റ്റ്, അത് നമ്മൾ വൈറൽ മാർക്കർ സ്ക്രീനിങ് എന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് സർജറികളൊക്കെ നടത്തിയാലും അതിന് പ്രിലിമിനറി ആയിട്ട് രോഗിയെ ഒന്ന് സ്ക്രീൻ ചെയ്യും. അതിനൊപ്പം തന്നെ മറ്റ് രോഗാവസ്ഥകളുള്ള വന്നു കഴിഞ്ഞാൽ സംശയാസ്പദമായി തോന്നിയാൽ അവിടുത്തെ ക്ലിനീഷ്യൻ ഡോക്ടർ സ്ക്രീൻ ചെയ്യാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ താലൂക്ക് ആശുപത്രികൾ തുടങ്ങിയുള്ള ലെവലിലുള്ള ആശുപത്രികളിൽ മിക്കവാറും നമ്മൾ വൈറൽ സ്ക്രീനിങ് നടത്താറുണ്ട്. ഈ വൈറൽ സ്ക്രീനിങ്ങിൽ അപാകത തോന്നുന്നവരെ നമ്മളുടെ അടുത്തോട്ട് റെഫർ ചെയ്യുകയുണ്ട്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രത്യേകിച്ചും ഇങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾക്ക് മിക്കവാറും കേസുകൾ കിട്ടുന്ന ഇവ രോഗാവസ്ഥയിൽ വരുന്ന ആളുകളോടൊപ്പം തന്നെ സ്ക്രീൻ ചെയ്യുമ്പോഴും കിട്ടാറുണ്ട്. അത് ചിലപ്പോൾ ഒരു സർജറിക്ക് പ്രയറായിട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രക്തദാനത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് കൊടുക്കാനായിട്ട് എടുക്കുന്ന സമയത്താകാം, അല്ലെങ്കിൽ ആൾക്കാർ തന്നെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് വന്ന് നോക്കുമ്പോൾ അവർക്ക് വൈറൽ സ്ക്രീനിങ്ങിൽ പോസിറ്റീവ് ആകുകയും പിന്നെ വൈറൽ ലോഡ് അയക്കുമ്പോൾ ചിലപ്പോൾ ഹൈ ആയിട്ട് കിട്ടിയെന്ന് വരാം. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വേണ്ട. നിങ്ങളുടെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയുമായിട്ട് ബന്ധപ്പെടുക. അവിടെ വൈറൽ മാർക്കർ സ്ക്രീനിങ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ജില്ലാ ആശുപത്രിയിലേക്ക് പോരുക. ജില്ലാ ആശുപത്രിയിൽ, എറണാകുളം ജില്ലയിലെ ജനറൽ ആശുപത്രിയിൽ നമ്മൾ വൈറൽ സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്. സ്ക്രീനിങ്ങിൽ പോസിറ്റീവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ വൈറൽ ലോഡ് അസസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുള്ളൂ. സ്ക്രീൻ ചെയ്തു നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് ആണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കുത്തിവയ്പ്പ് നമുക്കെടുക്കാം. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കുത്തിവയ്പ്പ് പ്രതിരോധമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ഡോസ് എടുത്തു കഴിഞ്ഞ് 1 മാസത്തെ ഇൻ്റർവെല്ലിൽ ഒരു കുത്തിവയ്പ്പ്, അതിനുശേഷം 6 മാസം കഴിഞ്ഞ് അടുത്ത കുത്തിവയ്പ്പ്. ഹെപ്പറ്റൈറ്റിസ് സിക്ക് നമ്മൾക്ക് വാക്സിൻ ഇതുവരെയും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഹെപ്പറ്റൈറ്റിസ് ബി പ്രതിരോധിക്കാനാകാവുന്ന ഒരു രോഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് വരുത്തുന്ന മാർഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതോടൊപ്പം ഈ സമൂഹത്തിൽ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മുൻകരുതലോടെ മുന്നോട്ട് പോകാം, പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർ പോലെയുള്ള ആൾക്കാർ. 2002-2003 നമ്മൾ വാക്സിൻ തുടങ്ങി. അത് സാർവജനീനമായിട്ടല്ലായിരുന്നു അന്ന്. പക്ഷേ നമ്മുടെ UAP അഥവാ സാർവത്രിക പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുടങ്ങിയത് 2011 തൊട്ട് 2012 വരെയുള്ള കാലഘട്ടങ്ങളിൽ 2011-2012 നമ്മൾ UAP ഷെഡ്യൂളിൽ ഈ കുത്തിവയ്പ്പും കൂടെ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ നവജാതരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗം വരാതിരിക്കാനും ഈ കരൾ രോഗ ദിനത്തിൽ 2025 ആകുമ്പോഴത്തേക്കും ഹെപ്പറ്റൈറ്റിസ് ബി പല രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്ന അവസ്ഥ സംജാതമാകാതിരിക്കാനും പ്രതിരോധം ശരീരത്ത് ഊർജിതമാക്കി മാറ്റിയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ UAP അഥവാ സാർവത്രിക കുത്തിവയ്പ്പ് ഷെഡ്യൂളിനകത്ത് നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.